വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മെട്രിസസ്. എന്തുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒഴിവാക്കിയിട്ട് തേർഡ് ചാപ്റ്ററായിട്ടുള്ള മെട്രിക്സ് എടുക്കാനുള്ള കാരണം, ഈ മെട്രിക്സ് അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് തേർഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്ററാണ് സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫസ്റ്റായി എടുക്കുക. കാരണം ആ ചാപ്റ്റർ എടുത്താൽ നമുക്ക് ഒരിക്കലും മറന്നു പോകില്ല. നേരെ തിരിച്ച് നമ്മൾ റിലേഷൻ ഫങ്ഷൻസ് വിക്ടേഴ്സിൽ നമ്മൾ കണ്ടു. റിലേഷൻ ഫങ്ഷൻസ് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്, കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാവാത്ത കാരണം എന്താണ്? റിലേഷൻ ഫങ്ഷൻസ് ഒരു തിയററ്റിക്കൽ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മളൊരു തുടക്കത്തിൽ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് എപ്പോഴും നല്ലതായിരിക്കണം. റെഡി? ഇപ്പോൾ റിലേഷൻ ഫങ്ഷൻ എടുക്കുമ്പോൾ കുറേ ബോറിങ് ഉണ്ടാവും. നേരെ തിരിച്ച് മെട്രിക്സ് എടുക്കുമ്പോഴോ യാതൊരു പ്രശ്നമില്ല, കാരണം ആ മെട്രിക്സ് ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല. റെഡി? അപ്പോൾ നോക്കാം മെട്രിസസ്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സ് എന്താ പറയുക? മെട്രിക്സ് വളരെ സിമ്പിളാക്കി ഞാൻ പറയുകയാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ഒരു എലമെൻറ്റ്സ് എക്സ് വൈ സെറ്റ് എന്ന എലമെൻറ്റ്സിന് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു ഓർഡർ ആക്കി ഇതാണ്. അതിനെന്ത് പറയുക? മെട്രിക്സ്. മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അങ്ങനെയുള്ള സംഭവം നമുക്ക് എന്താ പറയുക? മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുക, ഒരു ബ്രാക്കറ്റ്, അങ്ങനെ ബ്രാക്കറ്റ്, ഈ ബ്രാക്കറ്റിൽ നമ്പേഴ്സ് ഇതാണ് 1 2 3 7 -8 9. എന്താണ്? എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഇൻ എ ബ്രാക്കറ്റ്. ഇനി ബ്രാക്കറ്റ് ഇങ്ങനെ തന്നെ ഇടണമുണ്ടോ? ഇല്ല. അവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇങ്ങനെ ഇടാം. ഇതെങ്ങനെ ഇടാം? നിങ്ങൾക്ക് ഇതാ പിന്നെ AEI105 ഇങ്ങനെയും പറയാം. ഈ അടുത്ത് നോക്കുക, അതാ 2 4 6 1 2 3 7 8 9. റെഡി? അപ്പോൾ എന്താണ്? ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, ഇത് സ്ക്വയർ ഷേപ്പാണ്. സ്ക്വയർ അല്ല, സ്ക്വയർ എന്താണ്? റെക്റ്റാങ്കിൾസ് ആണ്. ഓക്കെ, റെക്റ്റാങ്കിൾ വേറെ നെയിം ആണെന്നുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ബ്രാക്കറ്റല്ല യൂസ് ചെയ്യാറ്, ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യാറ്. ചില ഗൈഡിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബ്രാക്കറ്റും കാണാം. റെഡി? അപ്പോൾ എന്താണ് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? മെട്രിക്സ് ഈസ് എ ഓർഡേർഡ് റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ എലമെൻറ്റ്സ്. റെഡി? വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. വളരെ സിമ്പിളാണ്. ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കാവുന്നത്? അപ്പോൾ നോക്കാം. ഒരു മെട്രിക്സ് എന്നു ഇതിൻ്റെ ഓർഡർ എന്താണ്? ഓർഡർ ഉണ്ടെങ്കിൽ മുന്നേ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? റോ എന്താണ്, കോളം എന്താണ്? റോ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻസ്, ഇതാണ് റോസ്. ഇതെന്താ അറിയാം? റോ എന്ന് പറയും. റെഡി? ഇനി ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ എന്താ അറിയുക? കോളം. റെഡി? ഇതാണെന്ത്? കോളം. റെഡി? കോളം. അപ്പോൾ ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 3 3 ബൈ ഇൻറ്റു നല്ല ബൈ. കോളം എത്ര ഉണ്ട്? 3 3 ബൈ 3 3 ഇൻറ്റു 3 എന്നല്ല വായിക്കേണ്ടത്. എങ്ങനെ വായിക്കേണ്ടത്? 3/3 എന്നാണ് വായിക്കേണ്ടത്. ക്ലിയർ? അതേപോലെ തന്നെ ഇവിടെ നോക്കിയതിൻ്റെ ഓർഡർ എന്താണ്? നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത ഈ മെട്രിക്സിൻ്റെ ഇവിടെ ഈ താഴത്തായിട്ട് നമ്മൾ ഇതാ. റെഡി? ഇത് നോക്കാം. ഇവിടെ എത്ര, ഇതിൻ്റെ ഓർഡർ എത്രയാണ്? എത്ര റോസ് ഉണ്ട്? 1 2. സോ 2 ബൈ ഹൗ മെനി കോളംസ്? 1 2 3 2/3. നെക്സ്റ്റ് ഹിയർ വാട്ട് ഈസ് ഓർഡർ ഹിയർ? എത്ര റോസ് ഉണ്ട്? 1 2. സോ 2 ബൈ ഹൗ മെനി കോളംസ്? 1 2 2/2. സിമ്പിളാണ്. നെക്സ്റ്റ് ഇവിടെ എത്ര റോസ് ഉണ്ട്? ഓൺലി 1. സോ 1 ബൈ എത്ര കോളംസ് ഉണ്ട്? എത്ര വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ പറ്റും? 1 2 3 1/3. Next here, how many columns? Sorry, how many rows? 1 2 3 3 by എത്ര കോളം ഉണ്ട്? ഓൺലി 1. റെഡി? ഇനി ഒന്നും കൂടി ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെ 27 ആണ്. 27 എന്നല്ല, 27. ഇതിൻ്റെ ഓർഡർ എന്താണ്? എത്ര വരയ്ക്കാം? 1. സോ 1 ബൈ എത്ര ഉണ്ട്? ഓൺലി 1. 1/1. ഇതാണെന്ത്? ഓർഡർ. ഓർഡർ എന്താണ്? നമ്പർ ഓഫ് റോസ് നോക്കുക, നമ്പർ ഓഫ് കോളംസ് എന്ത് ചെയ്യുക? ഇവിടെ ഇത് അത്രയ്ക്കേ ഉള്ളൂ. ഇനി ഓർഡർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇങ്ങനെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓർഡർ നോക്കിയാൽ മതി. 3 × 3 എത്രയാണ്? 9. ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? കൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 × 3 എത്രയാണ്? 6 എലമെൻറ്റ്സ്. ക്ലിയർ? ഹൗ മെനി എലമെൻറ്റ്സ് ഹിയർ? 2 × 2 4 എലമെൻറ്റ്സ്. 1 to 3 3 എലമെൻറ്റ്സ്. 3 × 1 3 എലമെൻറ്റ്സ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 × 1 ഓൺലി 1 എലമെൻറ്റ്. 27 ഒറ്റ എലമെൻ്റാണ്. റെഡി? ഇതാണെന്ത്? ഓർഡർ വെച്ച് പറയാനുള്ളത്. ഇനി എൻ്റെ കയ്യിൽ 12 എലമെൻറ്റ്സ് ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ 12 എലമെൻറ്റ്സിലുള്ള എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടാവും? അപ്പോൾ എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടാവും? അതിൻ്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ 12ൻ്റെ മൾട്ടിപ്പിൾ ആക്കി നോക്കിയാൽ മതി. 1 × 12 അങ്ങനെ ഒരു ഓർഡർ വരാൻ ചാൻസ് ഉണ്ട്. അത് തിരിഞ്ഞിട്ട് വരാമല്ലോ. 12 × 1 വരാം. നെക്സ്റ്റ് 2 × 6 വരാം. 6 × 2 6/2. ഓക്കെ. നെക്സ്റ്റ് 3/4 4/3 5 ഇല്ല. നെക്സ്റ്റ് ഇപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ 6 ഓർഡേഴ്സ് വരാം. ഇനി നോക്കുക, ടോട്ടൽ എലമെൻറ്റ്സ് 8 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് ഏതൊക്കെയാണ് വരാം? 12 എലമെൻറ്റ്സ് ഉണ്ടപ്പോൾ കണ്ടു. ഇനി 8 എലമെൻറ്റ്സ് ആകുമ്പോൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആലോചിച്ചാൽ മതി 8ൻ്റെ. സോ 1/8 8/1 2/4 4/2. ഇനിയുണ്ടോ? ഇല്ല. ഇങ്ങനെ 4 എണ്ണം. അങ്ങനെ ഓരോ ആലോചിച്ചു. ഇപ്പോൾ 9 എലമെൻറ്റ്സ് ആണെങ്കിലോ 1 × 9 9/1 അല്ലേ? 9 × 1. നെക്സ്റ്റ് 3/3 3/3 എത്രയേ ഉള്ളൂ? 3 എണ്ണം. അടി ഇതാണെന്ത് ഓർഡേഴ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ ഞാൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു? മെട്രിക്സ് എന്താ പറഞ്ഞു, അതുപോലെ തന്നെ ഓർഡർ എന്താ പറഞ്ഞു. ഇതിൽ ആകെ ചോദിക്കുന്ന കാര്യം ഈ സംഭവമാണ്. 8 എലമെൻറ്റ്സ് തരും, ഇതിൽ 12 എലമെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൽ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്താണ്? അതൊരു 1 മാർക്കേ ചോദിക്കുകയുള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, എ മെട്രിക്സ് ഹാസ് 21 എലമെൻറ്റ്സ്, വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ്? വളരെ സിമ്പിളാണ്. 21 എലമെൻറ്റ്സ് ഉണ്ട്. വാട്ട് ആർ ദി പോസിബിൾ ഓർഡേഴ്സ്? വളരെ സിമ്പിളാണ്. വാട്ട് ആർ ദി ഓർഡേഴ്സ്? മൾട്ടിപ്പിൾ ആലോചിച്ച് നോക്കിയാൽ 1/21 21/1 റെഡി. ഇൻറ്റു എന്താണ്? ബൈ എന്ന് പറയാം. മെട്രിക്സ് നമ്മൾ ബൈ എന്ന് പറയാം. റെഡി. നെക്സ്റ്റ് 21 അടുത്ത മൾട്ടിപ്പിൾ ഇതാണ് 3/7 7/3. വേറെ ഉണ്ടോ 21 മൾട്ടിപ്ലൈ വരുന്നത്? ഇല്ല. ഇത്രയാണ്. വളരെ സിമ്പിളാണ്. അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. ക്ലിയർ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ മെട്രിക്സ്. നോക്കാം, അതിന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. കാരണം മെട്രിക്സ് ഇതാണ് 1 2 7 8 9 10. നമുക്ക് ഈ 2 എന്ന് പറഞ്ഞാൽ ഈ 2ൻ്റെ പൊസിഷൻ എവിടെയാണ്? ഈ 2 എവിടെയുള്ളത്? ഫസ്റ്റ് റോയിൽ രണ്ടാമത്തെ എലമെൻ്റാണ്. റെഡി. 7ഓ? ഈ 7 എവിടെയുള്ളത്? ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻ്റ് എന്ന് പറയാം, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം എന്ന് പറയാം. റെഡി. അപ്പോൾ ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇങ്ങനെ, ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻ്റ് ആണെന്ത്? 7. റെഡി. ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻ്റ് ആണെന്ത്? 7. അപ്പോൾ സ്മോൾ ലെറ്റർ A 2 3 മീനിങ് എന്താ? സ്മോൾ ലെറ്റർ A 2 3 എന്താ? സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് റോയിലെ തേർഡ് കോളം. അപ്പോൾ സെക്കൻഡ് റോ, ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് എലമെൻറ്റ്, അതാണ് 10 ആണ്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം. ഇതെന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് A11. ഇതാണ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് A12. ഇതെന്താണ്? ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് A13. ഇതെന്താണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെ കാണിക്കുക A21. A21 = 8. ഇത് എത്രാമത്തെ എലമെൻറ്റാണ്? സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് A22. A22 ഈസ് 9. 10 എത്രാമത്തെ എലമെൻറ്റാണ്? സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് A23. A23 ആണെന്ത്? 10. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എലമെൻറ്റ്സ്. അതുപോലെ തന്നെ നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്ത ലെറ്റേഴ്സ് എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ക്യാപിറ്റൽ ലെറ്റർ A, ക്യാപിറ്റൽ ലെറ്റർ B, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, ഓർഡർ എന്താണെന്ന് പറഞ്ഞു, ഇനി മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ എങ്ങനെ പറയാൻ പറഞ്ഞു. ക്ലിയർ? A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്, സ്മോൾ ലെറ്റർ A ആണ്, ക്യാപിറ്റൽ ലെറ്റർ A അല്ല. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാൽ അത് വേറെ മീനിങ് ആയി. ഇനി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ X അങ്ങനെയൊക്കെ പറയാം. റെഡി. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലായി. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് whose elements are given Aij = modulus of 2ij minus 3j. നമുക്കൊരു 2x2 മെട്രിക്സ് ഉണ്ടാക്കണം. 2x2 മെട്രിക്സ് പ്രത്യേകം എന്താ? 2 rows 2 columns. എങ്ങനെ ഉണ്ടാവുക? 2 rows 2 columns. 2 rows 2 columns. റെഡി. ഇപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് എലമെൻറ്റ്സ് ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സിന് ഷേപ്പ് ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മെട്രിക്സ് എന്താണ്? എ എന്ന മെട്രിക്സ് എന്താണ്? ഇതാ ഈ ഷേപ്പിലുണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവും. റെഡി? ഈ എലമെൻ്റ് എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് A11 എന്താണ്? A12 എന്താണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് A21, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് A22. റെഡി? ഇതാണ് നമ്മൾ മെട്രിക്സ്. ഇനി നമുക്ക് A11 അറിയണം, A12 അറിയണം, A21, A22 ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തിട്ടുണ്ട്? Aij = 2i - 3j. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടും A11ഉം A12ഉം A21ഉം A22ഉം കിട്ടും. സിമ്പിളാണ്. A11 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മോഡുലസ് ഓഫ് ഐൻ്റെ അവിടെ 1, ജെൻ്റെ അവിടെ 1. സോ 2 × 1 - 3 × 1. വാട്ട് ഇസ് ദി ആൻസർ? മോഡുലസ് ഓഫ് 2 - 3, that is modulus of -1. What is modulus of -1? That is 1. Then what about A12? 2 × 1 - 3 × 2 അല്ലേ? ഐൻ്റെ അവിടെ 1, ജെൻ്റെ അവിടെ 2. സോ 2 × 1 2, 2 - 6, that is -4. Modulus of -4. What is mod -4? That is 4. സോ ഇതും കിട്ടി, ഇതും കിട്ടി. നെക്സ്റ്റ് A21. What is A21? 2 × I2 - 3 × 1. What is the answer? Modulus of 4 - 3. What is 4 - 3? That is 1. Mod 1 എത്രയാണ്? 1 ആണ്. നെക്സ്റ്റ് A22. So 2 × 2 - 3 × 2. So answer is 4 - 6. What is 4 - 6? That is -2. What is mod -2? That is 2. കഴിഞ്ഞു. സിമ്പിളാണ്. വാട്ട് ഈസ് എ? എ ഈക്വൽ ടു മെട്രിക്സ് A11. വാട്ട് ഈസ് A11? 1. A12. വാട്ട് ഈസ് A12? 4. നെക്സ്റ്റ് A21 1 2. റെഡി? ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ 2/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു വിചാരിക്കുക. ചുമ്മാ പറയുകയാണ് 2/3 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അതിൻ്റെ Aij തന്നിട്ടുണ്ട് I + j / 2 വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് 2/3 മെട്രിക്സ് ഉണ്ടാക്കുക? 2/3 മെട്രിക്സ് ആകുമ്പോൾ എത്ര റോസ് ഉണ്ടാവും? 2 റോസ്. എത്ര കോളംസ് ഉണ്ടാവും? 1 2 3 കോളംസ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ ഉണ്ടാവുക? ഇങ്ങനെ. സോ എ എന്ന മെട്രിക്സ് എന്താണ്? നമ്മുടെ A11, A12, A13, A21, A22, A23. റെഡി? ഇനി നമുക്കെന്ത് ചെയ്യണം? A11 കണ്ടുപിടിക്കണം. A11 എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A11 എന്താക്കിയ 1 + 1 / 2, that is 2/2 1. A12 എന്താക്കിയ 1 + 2 / 2 3/2. A13 1 + 3 / 2 4/2, that is 2. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് സിമ്പിളാണ്. ഇത് 2 മാർക്ക് ചോദിക്കാനാണ്. വളരെ സിമ്പിളാണ്. ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോവാം. ഇക്വാളിറ്റി ഓഫ് മെട്രിക്സസ്. ഇക്വാളിറ്റി നിങ്ങൾക്ക് ആ വേർഡിലെല്ലാം എന്താ? ഇക്വാലിറ്റി. 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്താ പറയുക? ഇക്വാലിറ്റി എന്ന് പറയും. എന്താ സംഭവം നോക്കാം. ഇവിടെ നോക്കുക. ഒരു മെട്രിക്സ് ഇതാണ് 1 2 3 4 5 6. അടുത്തൊരു മെട്രിക്സ് ഇതാണ് 1 2 3 4 5 6. ഈ 2 മെട്രിക്സ് എന്താണ്? കാണാൻ ഒരുപോലെ ഉണ്ട്. ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ് ഇത്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. അപ്പോൾ എന്താ പറയാം? 1 = 1. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ അല്ലേ? ആ, ഇതിനെന്താ പറയുന്നത്? 2 മെട്രിക്സ് ഈക്വൽ ആണ്. നമ്മൾ എന്താ പറയുക? ഇക്വാലിറ്റി. ഫോർ എക്സാമ്പിൾ x1 4 5 3 y 5 6 4 5. ഈ 2 മെട്രിക്സ് എന്താണ്? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഈക്വൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഈക്വൽ തന്നാൽ അതിന് മീനിങ് എന്താ? ഈ 2 മെട്രിക്സ് ഈക്വൽ ആണ്. ഈ 2 മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ സോറി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വായിച്ചില്ലേ? എന്തുകൊണ്ടാണ്? ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആകാത്തതുകൊണ്ടാണ്. ഈ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഇവിടെ 3 എന്ന് എഴുതി. ഇതിനിടയ്ക്ക് ഇവിടെ ഈക്വൽ എഴുതാൻ പറ്റുമോ? ഇല്ല, ഇത് തെറ്റാണ്. റെഡി? അവിടെ ഈക്വൽ ടു എന്ന സൈൻ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഇത് ഈക്വൽ ആയിരിക്കണം. റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുക ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സും വൈ കണ്ടുപിടിക്കാനാണ്. ഇവിടെ എക്സ് എന്തായിക്കരാ? എക്സിൻ്റെ അതേ പൊസിഷൻ ആരൊക്കെ എടുക്കുന്നത്? 3. x = 3. ഇങ്ങനെ x = 3 എന്നുള്ള കാരണം എന്താ? ഈ 2 മെട്രിക്സ് ഇവിടെ എന്താണ്? ഈക്വൽ ആണ്.
അപ്പോൾ നമ്മളെന്താ പറയുക, ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്. ഇങ്ങനെ നീട്ടി പറയേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി, ബൈ ഇക്വാലിറ്റി. റെഡി. എക്സ് ഈക്വൽ ടു 3. അപ്പോൾ വൈ ഈക്വൽ എന്താക്കിരാ, വൈ ഈക്വൽ 1. എൻ്റെ കാരണം എന്താ, ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. റെഡി. അതുപോലെ തന്നെ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. റെഡി. ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് നോക്കാം. ക്ലിയർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇക്വാളിറ്റി സംഗതി എളുപ്പമാണ്, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുള്ളൂ. നോക്കാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് എക്സ് വൈ ഇസഡ് എ ആൻഡ് ബി. റെഡി. ഇത്ര വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുക വളരെ സിമ്പിളാണ്. നോക്കാം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. കാരണം എന്താണ്, ഈ രണ്ട് മെട്രിക്സ് എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് രണ്ട് മെട്രിക്സ് ഈക്വൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്താണ്, ഈക്വൽ ആണ്. ബൈ ഇക്വാലിറ്റി. വാട്ട് ഈസ് എക്സ്, എക്സ് ഈക്വൽ ടു 0 മൈനസ് 3, ദാറ്റ് ഈസ് 3 മൈനസ് 3. നെക്സ്റ്റ് z പ്ലസ് 4 ഈക്വൽ ടു 6. z പ്ലസ് 4 ഈക്വൽ ടു 6. വാട്ട് ഈസ് z, 6 മൈനസ് 4, 6 മൈനസ് 4 ദാറ്റ് ഈസ് 2. റെഡി. അതും കിട്ടി. ഈ 3y മൈനസ് 7 ഈക്വൽ ടു 3y മൈനസ് 2 ഇക്വേറ്റ് ചെയ്യാം. 3y മൈനസ് 7 ഈക്വൽ ടു 3y. നെക്സ്റ്റ് 2y മൈനസ് 7 ഈക്വൽ ടു 3y മൈനസ് 2. റെഡി. വൈനെ ഒരു ഭാഗത്തേക്ക് സിംപ്ലിഫൈ ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത് വൈനെ കൊണ്ട് 7 കൊണ്ടുപോയി. 2y മൈനസ് 3y ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 7. 2y മൈനസ് 3y ദാറ്റ് ഈസ് മൈനസ് y ഈക്വൽ ടു 5. ദെൻ വാട്ട് ഈസ് y ഈക്വൽ ടു മൈനസ് 5. സോ y കിട്ടി. നെക്സ്റ്റ് z കിട്ടി, എക്സ് കിട്ടി, y കിട്ടി. ഇനി എയും ബി വിളിക്കണം. ഏത് അവിടെ ഉണ്ട്, എ എന്താണ്, മൈനസ് 3. എ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 3. വാട്ട് ഈസ് എ, മൈനസ് 3 പ്ലസ് 1. എ ഈക്വൽ ടു മൈനസ് 2. സിമ്പിളാണ്. നെക്സ്റ്റ് ബി, എവിടെ ബി ഉള്ളതാണ്, ബി മൈനസ് 3 ഈക്വൽ ടു 2b പ്ലസ് 4. ബി മൈനസ് 3 ഈക്വൽ ടു 2b പ്ലസ് 4. സോ ബീനെ ഒരു ഭാഗത്ത് വെക്കുക. ബി മൈനസ് 2b ഈക്വൽ ടു 4 പ്ലസ് 3. ബി മൈനസ് 2b മൈനസ് ബി ഈക്വൽ ടു 7. ബി ഈക്വൽ ടു എത്ര കിട്ടി, മൈനസ് 7 കിട്ടി. റെഡി. വളരെ സിമ്പിളാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ നിന്ന് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ട് വേരിയബിൾസൊക്കെ സിംപ്ലിഫൈ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. നമുക്ക് ഇക്വാളിറ്റി വെച്ചിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ബി സി ആൻഡ് ഡി. ഗിവൺ ഡാറ്റ ഇതുകൊണ്ട്. റെഡി. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കിവിടെ എന്ത് ഈക്വറ്റ് ചെയ്യാം, 2a പ്ലസ് ബി ഈക്വൽ ടു 4 എഴുതാം. ബൈ ഇക്വാളിറ്റി, രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ട് ബൈ ഇക്വാളിറ്റി എഴുതാം. ഇവിടെ നമുക്ക് എന്തറിയില്ല, എ അറിയില്ല, ബി അറിയില്ല. റെഡി. എയും ബി അറിയില്ല. ഒരു ഇക്വേഷനിൽ നിന്ന് എയും ബി കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇല്ല. എന്ത് വേണം, രണ്ട് ഇക്വേഷൻ വേണം. സോ 2a പ്ലസ് ബി ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കൊരു ഇക്വേഷൻ വേണം, എയും ബി ഉള്ളത്. ഇത് അവിടെ ഉണ്ട്. ഇതാ എ മൈനസ് 2b ഈക്വൽ ടു മൈനസ് 3. സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് എയും ബി നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതാണ്. രണ്ട് വേരിയബിൾസിൽ നിന്ന് എങ്ങനെയാണ് അൺനോൺസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, നോക്കാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ 2a ഉണ്ട്, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ആണ്, ഇവിടെ മൈനസ് 2b ആണ്. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ അറിയാം. എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം, ഏതെങ്കിലും ടേംസ് സെയിം ആവണം. ഇവിടെ 2a ഉണ്ട്, നമുക്കൊരു സെയിം ആക്കി. ഇവിടെ എങ്ങനെ സെയിം ആക്കുക, ഈ ഇക്വേഷനെ ഇൻറ്റു 2 ചെയ്താൽ പോരെ. റെഡി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻ 2 ഇൻറ്റു എന്ത് ചെയ്യണം, 2 ചെയ്യുക. ഇക്വേഷൻ 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്താ ആൻസർ വരിക, 2a ഇവിടെ ഇൻറ്റു 2 ചെയ്യുക, മൈനസ് 4b ഈക്വൽ ടു മൈനസ് 6. റെഡി. ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ നമ്മൾ എന്തായി, രണ്ട് സെയിം ആയല്ലോ. ഈ രണ്ട് ഇക്വേഷൻ ചെയ്താൽ മതി. ഇനി മൈനസ് ചെയ്താൽ എന്തായിക്കോളും, എ ക്യാൻസൽ ആയിക്കോളും. നമ്മൾ ഓൾറെഡി 10ാം ക്ലാസ് പഠിച്ചതാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ അറിയാം, 2a പ്ലസ് ബി ഈക്വൽ ടു 4. നെക്സ്റ്റ് 2a
മൈനസ് 4b ഈക്വൽ ടു -6. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. കാരണം മൈനസ് ചെയ്താലും ഇത് ക്യാൻസൽ ആവുള്ളൂ. മൈനസ് ചെയ്യുക. ഇത് രണ്ടും മൈനസ് ചെയ്യുക. വട്ട് ഈസ് 2a മൈനസ് 2a? 0. b മൈനസ് -4b എന്താണ്? b മൈനസ് -4b. ഇതെല്ലാവരും തെറ്റിക്കും, ഗ്യാരണ്ടി ആട്ടോ. ഇവിടെ എല്ലാവരും തെറ്റിക്കും. സിമ്പിളാണ്, പക്ഷെ തെറ്റിക്കും. b മൈനസ് -4b ബോത്ത് നെഗറ്റീവ്സ് ടുഗെദർ എന്താവും? പോസിറ്റീവ് ആവും. സോ b പ്ലസ് 4b. വട്ട് ഈസ് b പ്ലസ് 4b? ദാറ്റ് ഈസ് 5b ഈക്വൽ ടു ഇവിടെ അതുപോലെ തന്നെ 4 മൈനസ് -6 എത്ര ആൻസർ ഇതാ? 4 പ്ലസ് 6 ദാറ്റ് ഈസ് 10. b എത്ര കിട്ടി? 10 ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് 2. റെഡി? അപ്പോൾ നമുക്ക് b കിട്ടി. ഇനി നമുക്ക് എന്ത് അറിയണം? a അറിയണം. എന്താ ചെയ്യേണ്ടത്? b ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ ഏതിൽ കൊടുക്കുക? 1ലോ 2ലോ ഇഷ്ടമുള്ള കൊടുക്കാം. നമ്മൾ സിമ്പിൾ ഇക്വേഷൻ കൊടുക്കാം. ഞാൻ ചെയ്ത് 1ൽ കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ ആൻസർ 2a പ്ലസ് b ഈക്വൽ ടു 4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ ആൻസർ കിട്ടുക? 2a പ്ലസ് what is b? b is 2. 2 equal to 4. Then 2a equal to 4 minus 2. ഈ 2 ആണ് ഉണ്ടാവുക. സോ a equal to 4 minus 2 is 2 divided by 2. a equal to 1. റെഡി? ഇതേപോലെ എന്ത് ചെയ്യുക? സിയും ഡിയും കണ്ടുപിടിക്കുക. നോക്കാം നമുക്ക് എന്താണ്? 5c മൈനസ് d ഈക്വൽ ടു 11 ബൈ ഇക്വാളിറ്റി. സോ യു ഗോട്ട് നെക്സ്റ്റ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ 4c plus 3d equal to 24. You got fourth equation. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് സിയും ഡിയും കണ്ടുപിടിക്കണം. നമ്മൾ ഏത് മെത്തേഡുള്ള? എലിമിനേഷൻ മെത്തേഡ്. നോക്കുക, ഇതിലേതെങ്കിലും സെയിം ഉണ്ടോ? ഇവിടെ 5c ഉള്ളത് 4c ഉള്ളത് സെയിം അല്ല. ഇവിടെ d ഉണ്ട്, ഇവിടെ എന്നുള്ള 3d ഉള്ളത്. ഇവിടെ നമുക്ക് 3d കൊണ്ടുവന്നൂടെ? കൊണ്ടുവരാം. എന്ത് ചെയ്താൽ മതി? ഈ തേർഡ് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇൻറ്റു 3 ചെയ്താൽ മതി. സോ തേർഡ് ഇക്വേഷൻ ഇൻറ്റു 3 ചെയ്യാം. മനസ്സിലാക്കുക. നമ്മളെന്താ ചെയ്തത്? ഏതെങ്കിലും സെയിം ആക്കണം. ഇവിടെ എന്താ ഉള്ളത്? ഡി ഉണ്ട്, ഇവിടെ എന്താ ഉള്ളത്? 3d. ഇവിടെ 3 കൊണ്ടുവന്നൂടെ? കൊണ്ടുവരാം. ഇനി ഇവിടെ ഇപ്പോൾ 4 ഒക്കെ ആണ് നമ്മളെന്താ ചെയ്യേണ്ടത്? ഇത് സെയിം ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ടും ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 4നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സെയിം ആവും. ഓക്കെ, അതൊന്നുമില്ല. ഇവിടെ എന്താ സിമ്പിളാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ 3 വരണം. ഒന്ന് ചെയ്ത് ഇൻറ്റു 3 ചെയ്തു. സോ എന്താ ആൻസർ വരാം? 3 × 5 15c മൈനസ് 3 × d 3d ഈക്വൽ ടു 3 × 11 33. ഇത് നോക്കാം. ഇവിടെ എന്ത് കിട്ടി? 3d. ഇവിടെ എന്ത് കിട്ടി? 3d. ആ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ഏതൊക്കെയാണ്? 4c പ്ലസ് 3d ഈക്വൽ ടു 24, 15c മൈനസ് 3d ഈക്വൽ ടു 33. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യണോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണോ? എന്താ ചെയ്യേണ്ടത്? ഇവിടെ പ്ലസ് 3d ഉണ്ട്, മൈനസ് 3d ഉണ്ട്. ഓപ്പോസിറ്റ് സൈൻ ക്യാൻസൽ ആക്കി എന്താ ചെയ്യേണ്ടത്? അഡിഷൻ ആണ്. സോ രണ്ടും ആഡ് ചെയ്യുക. നേരത്തെ എന്താ ചെയ്തത്? സബ്ട്രാക്ഷൻ. കാരണം എന്താ? അത് രണ്ട് സെയിം ആയിരുന്നു, രണ്ട് പോസിറ്റീവ് തന്നെ ആയിരുന്നു. രണ്ട് നെഗറ്റീവ് തന്നെ ആണെങ്കിൽ സെയിം സൈനുള്ളത് ക്യാൻസൽ ആക്കാൻ സബ്ട്രാക്ട് ചെയ്യുക, ഡിഫറൻറ്റ് സൈന് ക്യാൻസൽ ആക്കാൻ ചെയ്യുക, ആഡ് ചെയ്യുക. റെഡി? 4c പ്ലസ് 15c എത്ര കിട്ടി? 19c. ഇത് രണ്ടെന്തായി? ക്യാൻസലായി. ഈക്വൽ ടു 24 പ്ലസ് 33 ദാറ്റ് ഈസ് 57. ദെൻ എത്ര ആൻസർ? c ഈക്വൽ ടു 57 ഡിവൈഡ് ബൈ 19. 57 ഡിവൈഡ് ബൈ 19 ആൻസർ ഈസ് 3. സോ c എന്ത് കിട്ടി? 3 കിട്ടി. ഇനി നമുക്ക് d കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത്? c ഈക്വൽ ടു 3 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ. ഇഷ്ടമുള്ള ഇക്വേഷൻ കൊടുക്കുക. 3ലോ 4ലോ എവിടെ കൊടുക്കുക? ഞാൻ 3ൽ കൊടുത്തു. ഇക്വേഷൻ 3 കൊടുക്കുന്ന ആൻസർ വരാം 5 × c 5 × 3 മൈനസ് d ഈക്വൽ ടു 11. ദെൻ 5 to 3 is 15. 15 minus d equal to 11. Then minus d equal to 11 minus 15. So minus d equal to minus 4. d equal to 4. Ready? നമുക്ക് എ കിട്ടി, ബി കിട്ടി, സിയും കിട്ടി, ഡിയും കിട്ടി. സിമ്പിളാണ്. പക്ഷെ നമുക്ക് എന്തറിയണം? രണ്ട് വേരിയബിൾസ് തന്നാൽ അത് സിംപ്ലിഫൈ ചെയ്യാറണം. അതിൻ്റെ മെത്തേഡ് എന്താണ്? എലിമിനേഷൻ മെത്തേഡാണ്. എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? ടേംസ് സെയിം ആക്കണം.
ഇവിടെ ഡി ഉണ്ട്, ഇവിടെ 3D ഉണ്ട്. എന്ത് ചെയ്യാം? സെയിം ആക്കാം. ഇനി നിങ്ങൾക്ക് സി ആണ് സെയിം ആക്കണം. എന്താ ചെയ്യേണ്ടത്? ഈ 4നെ പിടിച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5നെ പിടിച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എന്നാവും, ഈ 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എന്നാവും. അങ്ങനെയും ചെയ്യാം. റെഡി? നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് മെട്രിസസ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, പഠിക്കാനുള്ളതല്ല, പഠിക്കേണ്ട കാര്യമല്ല, മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് റോ മെട്രിക്സ്. നോക്കുക, എന്താ റോ മെട്രിക്സ്? ആ സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ റോ മെട്രിക്സ്. ഇങ്ങനെ റോ ഷേപ്പിലുള്ളല്ലേ, ഓൺലി 1 റോ എന്നുണ്ടാവുള്ളൂ, ഒരു റോ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോളം അത് എത്ര ആവാം? ഒറ്റ റോ ഉള്ള മെട്രിക്സ് എന്താ പറയുക? റോ മെട്രിക്സ്. അപ്പോൾ കോളം മെട്രിക്സ് എന്തായിരിക്കുക? ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ആ കോളം ഷേപ്പിലാണ്. നോക്ക്, റെഡി? സിമ്പിളാണ്. നെക്സ്റ്റ് ആണ് സ്ക്വയർ മെട്രിക്സ്. എന്താ സ്ക്വയർ മെട്രിക്സ്? സിമ്പിളാണ്. ആ സ്ട്രക്ചർ കണ്ടെങ്കിൽ മനസ്സിലാവും. റോയും കോളം സെയിം ആണെങ്കിൽ എന്താ പറയുക? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് ഡയഗണൽ മെട്രിക്സ്. എന്താ ഡയഗണൽ മെട്രിക്സ്? നോക്കുക, ആ മെട്രിക്സ് എന്താ ഉള്ളത്? ഡയഗണൽ മാത്രമേ ഉള്ളൂ. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഡയഗണൽ മെട്രിക്സ് എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. റെഡി? നെക്സ്റ്റ് ആണ് സ്കേലാർ മെട്രിക്സ്. എന്താ സ്കേലാർ മെട്രിക്സ്? ഡയഗണൽ മെട്രിക്സിൻ്റെ ശ്രദ്ധിക്കുക, ഡയഗണൽ മെട്രിക്സിൻ്റെ എല്ലാ എലമെൻറ്റ്സും സെയിം ആണെങ്കിൽ അതിനെന്താ പറയുക? ഡയഗണൽ മെട്രിക്സ്. എന്നാൽ ഡയഗണൽ നോക്കുക, ഇവിടെ 2 2 2 ആണെങ്കിൽ നമുക്കെന്താ അറിയാം? അത് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. റെഡി? ആ ഡയഗണൽ മെട്രിക്സ് എല്ലാം സെയിം ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? അതിനെ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. 2 2 എല്ലാം സെയിം അല്ലേ? അതെന്താ പറയുക? സ്കേലാർ മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും തലയിൽ കയറ്റി വെക്കേണ്ട കാര്യമാണത് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ നോക്കാം. എന്താണ്? 1 0 0 1. റെഡി? എന്താ? അത് ഡയഗണൽ മെട്രിക്സ് ആണ്, അത് സ്കേലാർ മെട്രിക്സ് ആണ്. അതിൻ്റെ ഡയഗണൽസ് ഒക്കെ എന്തായിരിക്കും? 1 ആയിരിക്കും. റെഡി? അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ഇപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് മെട്രിക്സ് പറഞ്ഞു. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കേലാർ മെട്രിക്സ്, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട എന്താ? സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താ സ്ക്വയർ? സ്ക്വയർ എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ്. അതേപോലെ തന്നെ റോയും കോളം സെയിം ആണ്. എന്ത്? സ്ക്വയർ മെട്രിക്സ്. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ബാക്കിയുള്ളൊക്കെ വിട്ടാൾ. റോ മെട്രിക്സ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരു റോ ഷേപ്പ് ഇങ്ങനെ. കോളം മെട്രിക്സ് ഒരു കോളം ഷേപ്പ് ഇങ്ങനെ, കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. റെഡി? ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താ പറയുക? കോളം മെട്രിക്സ്. നെക്സ്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണ്? ഇതാ 1 0 0 1 കണ്ടോ? ഇങ്ങനെ 1 ആണ് ഡയഗണൽ ഉണ്ടാവുള്ളൂ. ഇതെന്താ പറയുക? ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഡിനോട്ട്സ് ലെറ്റർ ആണെന്ത്? ക്യാപിറ്റൽ ലെറ്റർ I. ഇത് നമുക്ക് ഉണ്ടാക്കാതാ അങ്ങനെ 1 0 0 0 1 0 0 0 1. ഇതെന്ത് തന്നെയാണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇതിന് I എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ഓർഡർ എന്താണ്? 2/2 എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും പറയാം I സഫിക്സ് 2. I സഫിക്സ് 2 എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓർഡർ 2/2 എന്നാണ്. ഇനി ഇവിടെ എന്താണ്? I3, I സഫിക്സ് 3. ഇനി I4 ഉണ്ടോ? ഇല്ല. നമുക്ക് 3/3 വരെ പഠിക്കാനുള്ളൂ ചാപ്റ്ററിൽ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ടൈപ്സ് ഓഫ് മെട്രിക്സ് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്ക്വയർ മെട്രിക്സ് എന്നാ മനസ്സിലാക്കുക. റെഡി? ഓക്കെ. ഇനി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാൻ പോവുകയാണ്. എൻട്രൻസ് ഒക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ നോക്കാൻ വിട്ടു പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 3.1-ൻ്റെ 10th ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ഓർഡർ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 3/3. ദെൻ നമ്പർ ഓഫ് എൻട്രീസ് എലമെൻറ്റ്സ് ഈസ് ഗിവൺ 0 and 1. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിൾ ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കാം? റെഡി? 3/3 എന്ന ഓർഡർ വേണം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 0 1. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കി തരാം. ഇപ്പോൾ 3/3 എന്നാൽ 3/3 3 ഇങ്ങനെ ഉണ്ടാവുക 3/3 അല്ലേ? അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 0 1. 0 യൂസ് ചെയ്യാം, 1 യൂസ് ചെയ്യാം. 1 0 1 1 1 0 0 1 ഇങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഡിഫറെൻറ്റ് മെട്രിക്സ് ഉണ്ടാക്കാം. ഒരു മെട്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കി, അടുത്ത മെട്രിക്സ് 1 0 0 0 1 0 0 1 0 ഇങ്ങനെ മെട്രിക്സ്. അങ്ങനെ എത്ര മെട്രിക്സ് ഉണ്ടാക്കാം? റെഡി? അപ്പം അങ്ങനെ എത്ര മെട്രിക്സ് ഉണ്ടാക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? എത്രയൊക്കെ എഴുതി നോക്കണം, എത്ര ഉണ്ടെന്ന് എഴുതി നോക്കണം. അപ്പോൾ അതിന് സിമ്പിളാണ്. നമ്മൾ പണ്ട് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിച്ചിട്ടുണ്ട്. റെഡി? നമ്മൾ ഷേപ്പ് ഇങ്ങനെയാണ്. റെഡി? നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി എത്ര? 2 പോസിബിലിറ്റി. ഇവിടുത്തതോ
2 പോസിബിലിറ്റി, ഇവിടെയോ 2 പോസിബിലിറ്റി, 2 പോസിബിലിറ്റി, 2 പോസിബിലിറ്റി, 2 പോസിബിലിറ്റി, 2 പോസിബിലിറ്റി, 2 പോസിബിലിറ്റി, 2 പോസിബിലിറ്റി. ഇത് പണ്ട് +1 പഠിച്ചതാണ്. പഠിച്ച് ടോട്ടൽ പോസിബിലിറ്റി ഹിയർ ഒക്കെ പ്ലസ് ചെയ്യലാണോ ഇൻറ്റു ചെയ്യലാണോ? ഇൻറ്റു ചെയ്യലാണോ? നമുക്ക് +1 പഠിച്ചതാ. ഇന്നും തരാം 2 × 2 × 2 × എത്ര 2 ഉണ്ടാവും? 2 എത്ര ഉണ്ടാവും? 9 അല്ലേ? 2 എത്ര ചെയ്ത് നോക്കിയാൽ മതി. 2 ആണ് ഇതിൻ്റെ ആൻസർ. റെഡി? ഇനി ഇതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല വിചാരിക്കുക. അത് ചെയ്യാനുള്ളൊരു ഐഡിയ ഉണ്ട്. ഐഡിയ ആണ് എലിഫൻറ്റ് ഓടി. എലിഫൻറ്റ് ഓടി, അത്രയ്ക്കുള്ളൂ. എലിഫൻറ്റ് ഓടെ. ഓക്കെ, എലിഫൻറ്റ് മീൻസ് എലമെൻറ്റ്സ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 0 ഉം 1 ഉം. അപ്പോൾ 2 എലമെൻറ്റ്സ്. ഇനി ഓടി ഇതിൻ്റെ തലയിലുണ്ടാവുക. ഓടി മീൻസ് ഓർഡർ എത്ര? 3/3. എത്ര ആൻസർ? 2:9. റെഡി? ഇതേ സംഭവം തന്നെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓർഡർ എത്രയാണ്? 2/3 വിചാരിക്കുക. നമുക്ക് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട് 1, 2, 4. ഈ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2/3 ഓർഡറുള്ള എത്ര മെട്രിക്സ് ഉണ്ടാക്കാം? ഈ 1, 2, 4 യൂസ് ചെയ്തിട്ട് എത്ര മെട്രിക്സ് ഉണ്ടാക്കാം? സിമ്പിളാണ്. എലിഫൻറ്റ് എത്ര എലമെൻ്റ് ഉണ്ട് ഇവിടെ? 1, 2, 3. ഓടി മീൻസ് ഓർഡർ. വാട്ട് ഇസ് ഓർഡർ ഹിയർ? 2/3. എത്ര ആൻസർ ഇട്ടാ? 3:6. റെഡി? സിമ്പിളാണ്. അപ്പോൾ എത്ര പോസിബിൾ മെട്രിക്സ് ഉണ്ടാക്കാൻ നോക്കാം. എന്താ യൂസ് ചെയ്യേണ്ടതാണ്? എലിഫൻറ്റ് ഓടി. ഇതിന് സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, കാരണം 1 മാർക്കാണ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെട്രിക്സിന് അഡിഷൻ പഠിക്കാണ്ട്, സബ്ട്രാക്ഷൻ പഠിക്കാണ്ട്, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാണ്ട്, അതുപോലെ ഡിവിഷൻ മെട്രിക്സ് ഇല്ല, അതുപോലെ ഇൻവേഴ്സാണ് പഠിക്കാനുള്ളത്. റെഡി? ഇപ്പോൾ പാർട്ട് 1 ആണിത്. ഇനി പാർട്ട് 2ഉം പാർട്ട് 3 കൂടെ നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം കഴിയും. സോ ഓൺലൈൻ ക്ലാസ് ആണ്, കുറേ ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ഈ നമ്പറിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.